കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്തഴിച്ച സംപൂജ്യരായ ക്ഷേത്ര ഭാരവാഹികൾക്കും ഉപദേശക സമിതി അംഗങ്ങൾക്കും എന്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സ്നേഹാദരവുകളോടെ പ്രണാമം അർപ്പിക്കുന്നു. 4 മണിക്ക് ഇവിടെ ഒരു ക്ലാസ് വെച്ചാൽ, വർക്കിംഗ് ഡേയില് 4 മണിക്ക് വെച്ചാൽ, നേരത്തെ ആണെങ്കിൽ അന്നദാനം ഉണ്ടായിരിക്കും 1 മണിക്ക് എന്ന് പറയാം, രാത്രി 8 മണിക്കാണെങ്കിലും അന്നദാനം ഉണ്ടെന്ന് പറയാം. 4 to 6 അന്നദാനോ ഇല്ലാത്തൊരു വേദിയിൽ ആൾക്കാർ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടെ ഇട്ടിരിക്കുന്ന കസേര ഫുള്ളാണ്. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ശരിക്ക് ഒരു ജന്മം സഫലമാകുന്നു എന്ന് ചിലപ്പോൾ തോന്നുന്നത് നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു വരിയുണ്ട്. യജുർവേദത്തിലെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ 17-ാമത്തെ മന്ത്രം, വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. അച്ഛന്റെയോ അമ്മയുടെയോ ജീവനില്ലാത്ത ശരീരം വിറകിന്റെ മുകളിൽ വെക്കുമ്പോ മൂത്ത മകൻ ദർഭപുല്ലുകൊണ്ട് ഡെഡ് ബോഡി തൊട്ട് പറയേണ്ട ഒരു വേദമന്ത്രമാണ്. ഇതും ഇതിന്റെ അടുത്ത ഒരു മന്ത്രവും. 2 മന്ത്രമേ വേദത്തിൻ്റെതായിട്ട് ശ്മശാനത്തിൽ പറയാൻ പെർമിഷനുള്ളൂ. ആ മന്ത്രത്തിന്റെ അർത്ഥം ഇതാണ്: വായുവും അഗ്നിയും അമരത്വമുള്ള ജീവനും കൊണ്ട് നിറഞ്ഞിരുന്ന ഈ ശരീരം ഭസ്മാന്തം ഏതാനും നിമിഷങ്ങൾക്കകം ഭസ്മമാകാൻ പോകുന്നു. ഓം സ്മര. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുക. ഇപ്പൊ എവിടെയാ കിടക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർമ്മിക്കുക. 4 സ്മരയാണ്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഓർമ്മിക്കുന്നതിനെ കുറിച്ച് ഓർമ്മിക്കുക 4-ാമത്തേത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോവേണ്ടതാണ്. അതിഗംഭീരമായിട്ട് കേരള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നല്ല, അവനവൻ തന്നെ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറഞ്ഞ പോലെ എന്തായാലും അവരൊക്കെ അത് പറയുന്ന ലെവലിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളും ഭൂതകാലം ഓർക്കാം, വർത്തമാനകാലം ഓർക്കാം, ഭാവി കാലം ഓർക്കാം. ഭാവി കാലം വർത്തമാനമാവും, വർത്തമാനകാലം ഭൂതമാവും. തിരിച്ച് കാലം ഒഴുകില്ല. കാലമെന്നും ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്കും പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കും ഒഴുകുമ്പോ, ഇന്നലെ വരെ ഞാനും നിങ്ങളും ജീവിച്ചു. ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് 4 മണി വരെ ജീവിച്ചു. ഇപ്പോഴും ജീവിക്കുന്നു, ഇനിയും ജീവിക്കും. എത്ര കാലം എന്നുള്ളത് അറിഞ്ഞൂടാ. സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയാം, എൻഡിങ് പോയിന്റ് അറിഞ്ഞൂടാ. അപ്പൊ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യോർമ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് പോകാൻ, തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും പോകാൻ ആദ്യം മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ചിരിക്കാൻ പഠിക്കണം, സന്തോഷിക്കാൻ പഠിക്കണം, മനസ്സിനകത്ത് നെഗറ്റീവുകൾ കുറയ്ക്കണം, പോസിറ്റീവുകൾ കൂട്ടണം.
എപ്പോഴും ഓർമ്മിക്കരുത്, ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണം, നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. വി ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. കാലചക്രം തിരിയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ചെറിയ കുട്ടി പത്നിയായി, അമ്മയായി, അമ്മൂമ്മയായി മാറും. ഒരു പാട്ടുണ്ട്, മലയാളത്തിലെ പാട്ടായത് കാരണം മലയാളികൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഓർമ്മിക്കുക, ഈ ഒരു കാലചക്രത്തില് തിരിയുമ്പോൾ നമ്മളെല്ലാം മാറും. അവസാനം മണ്ണിൽ മണ്ണായി തീരും എന്ന് പറയുന്ന ആ ഒരു കാലം. അതിനു മുമ്പ് ഇന്ന് മുതൽക്ക്, ഇപ്പൊ മുതൽക്ക് 4 വാക്ക്: മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്. ഈ 4 പ്ലസ് റിവാർഡ്. അതിൽ മനസ്സിനെ മാറ്റം വരുത്താൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ അച്ഛനെയും നമ്മുടെ അമ്മയെയും തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഏത് വീട്ടില്, ഏത് ഗ്രാമത്തില്, ഏത് ജില്ലയില്, ഏത് രാജ്യത്തില് ജനിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ ജന്മസാഫല്യം പോലെ ഒരു ഭാര്യയെയോ ഭർത്താവിനെയോ തിരഞ്ഞെടുക്കാൻ കുറേയൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ മനസ്സിനെ എങ്ങനെ നിലനിർത്തണം എന്ന് തീരുമാനിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. വാശി നിറഞ്ഞ മനസ്സ്, അഹങ്കാരം നിറഞ്ഞ മനസ്സ്, അസൂയ നിറഞ്ഞ മനസ്സ്, ഭയം നിറഞ്ഞ മനസ്സ്, അപകർഷത നിറഞ്ഞ മനസ്സ് അങ്ങനെ നിലനിർത്തണമോ? സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം തുടങ്ങിയ പോസിറ്റീവ് ക്വാളിറ്റികള് നിറച്ച് ജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനിവിടേക്ക് വരുന്നത് വരെ എന്റെ ധാരണ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലായിടത്തും കേട്ടിരിക്കുന്നതാ. ഗുരുവായൂരിനേക്കാൾ കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്ന അമ്പലപ്പുഴയാ. എന്റെ ധാരണ, ഞാനിവിടെ വരുമ്പോ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളൊക്കെ ചിലപ്പോ മൈൻഡ് ചെയ്യും, ചിലപ്പോ മൈൻഡേ ചെയ്യില്ല എന്നൊക്കെ ധരിച്ചോണ്ട് അവിടെ വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു അസാധാരണമായ സ്നേഹ ബഹുമാനാദികളോടുകൂടി, പിന്നെ സോമാനം റെസിഡൻഷ്യൽ അസോസിയേഷൻകാര് ഗോപാലകൃഷ്ണന്റെ സോഷ്യൽ വർക്കിനെന്ന് പറഞ്ഞിട്ട് കുറെ ഡൊണേഷനും. ഞാൻ അവരോട് പറഞ്ഞു, തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാജീവ്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും രോഗി ക്യാൻസർ വന്ന് മരിക്കുകയാണെങ്കിൽ അവരുടെ ആയുസ് 1 വർഷമോ 2 വർഷമോ നീട്ടിക്കിട്ടുമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അയക്കുക. അവരുടെ മരുന്നിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ നോക്കിക്കോളാം. അപ്പോ 1 വർഷം ആയുസ് നീട്ടിക്കിട്ടാൻ 5000 രൂപയുടെ ഒരു ഇഞ്ചക്ഷനാണ്. 2 വർഷം ആയുസ് നീട്ടിക്കിട്ടാൻ 8000 രൂപയുടെ 2 ഇഞ്ചക്ഷനാണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ എന്റെ പെൻഷൻ, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ സാലറി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്ന എമൗണ്ട് അങ്ങോട്ട് പോകും. എനിക്ക് ഈ മാസം 7-ാം തീയതി ഒരു അവാർഡ് കിട്ടി, ഗ്ലോബൽ നാരായണ മിഷൻ, ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു അവാർഡ്. അവർ ഇത് നേരിട്ട് RCCയിലേക്ക് പോകും. ഇത് ഞാൻ വിഷയം മാറ്റി പറഞ്ഞതല്ല. ആ പൈസ വാങ്ങിക്കാൻ വരുന്ന വ്യക്തികളുടെ മുഖഭാവത്തിലെ വ്യത്യാസം, ഞാൻ 1 വർഷവും കൂടി ജീവിക്കുമല്ലോ ഈശ്വര എന്ന ആ ഭാവം മനസ്സിലെ, ഇത് കാണാൻ വേദനാജനകമായ അത്ഭുതമാണത്. 1 വർഷം കൂടി എനിക്ക് ജീവിക്കാൻ സാധിക്കുമല്ലോ. ആ വരി ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം, ജഗദീശ്വരൻ നമുക്ക് ഒരു തരം തിന്മയും ജനറലി തന്നിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നിട്ടുണ്ടാവും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിൽ എഴുതി തരാത്തയിടത്തോളം കാലം, ഡേറ്റ് ഓഫ് ബർത്ത് കയ്യിലുണ്ട്, ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിൽ എഴുതി തരാത്തയിടത്തോളം കാലം സന്തോഷത്തോടുകൂടി ജീവിക്കാം. നന്മകളെ കേൾക്കുക, കേൾപ്പിക്കുക, നന്മകളെ കാണുക, കാണിപ്പിക്കുക, നന്മകളെ ചർച്ച ചെയ്യുക, ചർച്ച ചെയ്യിപ്പിക്കുക, നന്മകളെ ചിന്തിക്കുക, ചിന്തിപ്പിക്കുക, നന്മകളെ പ്രവർത്തിക്കുക, പ്രവർത്തിപ്പിക്കുക. അതില് മാറ്റം. ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്. ദുർമനസ്സിനെ സന്മനസ്സാക്കാം, ദുഷ്ചിന്തകളെ സച്ചിന്തകളാക്കാൻ എളുപ്പതാണ് മനസ്സിൽ മാറ്റം വരുത്തിയാൽ. ദുർമനസ്സിനെ സന്മനസ്സാക്കാം, ഭയമുള്ള മനസ്സിനെ ഭയമില്ലാത്തതാക്കാം, വാശിയും പകയുമുള്ള മനസ്സിനെ അത് രണ്ടും കുറഞ്ഞ മനസ്സാക്കാം, അഹങ്കാരമുള്ള മനസ്സിനെ അഹങ്കാരം കുറഞ്ഞ മനസ്സാക്കാം.
നെഗറ്റീവുകൾ മുഴുവനും ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല, കുറയ്ക്കാനേ സാധിക്കുള്ളൂ. അങ്ങനെ ആ മനസ്സിൽ മാറ്റം വരുത്താൻ, വീണ്ടും ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് മനസ്സിൽ മാറ്റം വരുത്താൻ 4 വഴിയേ ഉള്ളൂ. ഒന്ന് കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്. ഇത് കേൾക്കുക, ഇതുമായി ബന്ധപ്പെട്ടത് കാണുക. കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങള് കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക. അതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, മാറ്റം വരും, മാറ്റം വരാതിരിക്കില്ല. അടിമുടി മാറേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഞാൻ വീണ്ടും ആ നേരത്തെ പറഞ്ഞ വരി ആവർത്തിക്കുന്നു. ഒരു വർക്കിംഗ് ഡേ വ്യാഴാഴ്ച 4 മണിക്ക് ഇത്രയും പേര് ഇവിടെ വരിക, ഇതിനേക്കാളും വലിയൊരു അത്ഭുതം എന്താ? ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു, ചേർത്തലക്കടുത്ത് കണ്ടമംഗലം അമ്പലത്തില്. ഇന്നത്തെ മനോരമയിലും ഇന്നലത്തെ മാതൃഭൂമിയിലും വന്നിരിക്കുന്നത് എന്റെ പ്രഭാഷണം 6:30 മണിക്ക്. ഇന്ന് അവിടെ ഇന്നത്തെ മനോരമയിൽ 6:30 മണിക്കാണ് എന്റെ പ്രഭാഷണം അവിടെ. ഇന്നലത്തെ മാതൃഭൂമിയിലും ഇന്ന് 6:30 മണിക്ക് എന്നാണ്. 6:30 മണിക്ക് ഞാൻ അവിടെ എത്തില്ല, 6:30 മണിക്ക് ഞാൻ വിടുക. അപ്പൊ അവര് പറഞ്ഞെന്താ അറിയാമോ? സാറെ ഒന്നും വിഷമിക്കണ്ട, സാറിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ഒരുപാട് ആളുണ്ടാവും. ഞാൻ അതിനകത്ത് ചെന്നപ്പോ കുറഞ്ഞതൊരു 8,000 പേരുണ്ട്. 8,000 ആൾക്കാർ. അകത്ത് കസേരയൊന്നുമില്ല, അത്രയും പേര് കേൾക്കാൻ. 1 മണിക്കൂർ 15 മിനിറ്റ് ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ച് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തു. ഒരു അബദ്ധം പറ്റിയ 1,500 നോട്ടേ കൊണ്ടുപോയിരുന്നുള്ളൂ. അവിടെ 10,000 പേരുണ്ട്, അതൊരു മൂലയ്ക്ക് തികഞ്ഞില്ല. ഏതായാലും അതുകൊണ്ട് പ്രധാനപത ക്ലാസ് എടുത്തു. വർക്കിംഗ് ഡേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. എടുക്കാൻ 10,000 റെഡിയായിട്ടിരിക്കുമ്പോൾ കൊടുക്കാൻ ആൾക്കാർ കുറവാ. ഗോപാലകൃഷ്ണൻ തൊഴുകയോടെ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കുന്നവരാകണം. പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, പ്രവർത്തിക്കണം, പ്രതികരിക്കണം. അങ്ങനെയുള്ളവരാവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിക്കുന്നിടത്തോളം ധന്യമായിട്ട് ജീവിക്കാം. നമ്മളുടെ മനസ്സ് നന്മയിലേക്ക് കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ പൂർവികരുണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളില് ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്, പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. ആചാരങ്ങൾ, വിചാരങ്ങൾ, അതുപോലെ തന്നെ സങ്കല്പങ്ങൾ, വിശ്വാസങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ ഗ്രന്ഥങ്ങൾക്കെല്ലാം, അതിനകത്തുള്ള കണ്ടന്റിനും. മനുഷ്യ മനസ്സിനെ ബാഡ് ടു ഗുഡ്, മനുഷ്യ മനസ്സിനെ ഡാർക്ക്നെസ് ടു ലൈറ്റ്, മനുഷ്യ മനസ്സിനെ ടെൻഷൻ ഫുൾ ലൈഫ് ടു ടെൻഷൻ ലെസ് ലൈഫ്. അതുകൊണ്ട് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്വർഗവും നരകവും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അത് നമ്മളുടെ മനസ്സിന്റെയും ചിന്തയുടെയും ഭാഗമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭാഗവതം വായിക്കുമ്പോൾ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മഹാഭാരതവും രാമായണവും വായിക്കുമ്പോൾ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വേദം വായിക്കുമ്പോൾ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഉപദേശം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഭഗവത്ഗീത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന പുസ്തകം ബൈബിളാണ്. തൊട്ടടുത്ത് നിൽക്കുന്നു ഭഗവത്ഗീത. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഭഗവത്ഗീത. ആൽബർട്ട് ഐൻസ്റ്റീന് ആവേശം നൽകിയത് ഭഗവത്ഗീത. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ E=mc² ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കിയ റോബർട്ട് ഓപ്പൺഹീമർക്ക് ആവേശം ഭഗവത്ഗീത. ഈ ലോകത്തില് ആണവായുധങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് പ്രഖ്യാപിച്ച ഗോർബച്ചേവ് എന്ന USSRലെ പഴയ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ആവേശം ഭഗവത്ഗീത.
ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് MBA സിലബസിന്റെ ഭാഗമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയില് 700 ശ്ലോകങ്ങള്. അത് മുഴുവനും പഠിക്കുക ബുദ്ധിമുട്ടാണ്. അത് തളർന്ന അർജുനനെ വളർന്ന ഉയർന്ന അർജുനനാക്കി മാറ്റിയതാണ്. ആ ഭഗവത്ഗീതയെ കുറിച്ച് പറയാറുണ്ട്, ഹിന്ദു ധർമ്മം പഠിക്കണമെങ്കിൽ 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒരു ഗ്രന്ഥേ ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് ഒരു ഗ്രന്ഥേ ഉള്ളൂ, ബുദ്ധമതക്കാർക്ക് ഒരു ഗ്രന്ഥേ ഉള്ളൂ, അത് ധർമ്മപാത. സിഖുകാർക്ക് ഒരു ഗ്രന്ഥേ ഉള്ളൂ, ഗുരു ഗ്രന്ഥ സാഹിബ്. ഹിന്ദുക്കൾക്ക് 2000-ഓളം ഗ്രന്ഥങ്ങള് അടിസ്ഥാനമായിട്ടുണ്ട്. അതിൽ സംസ്കൃതത്തിൽ എഴുതിയ വ്യാഖ്യാനങ്ങള് 10,000-ഓളം വ്യാഖ്യാനങ്ങള് സംസ്കൃതത്തിൽ എഴുതിയതുണ്ട്. 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങള്, 10,000-ഓളം വ്യാഖ്യാനങ്ങള്, 22 ഭാരത ഭാഷകളിൽ എഴുതിയ ഉപാഖ്യാനങ്ങള് 1,00,000-ഓളം ഉണ്ട്. അത് പഠിച്ചാൽ ഹിന്ദുധർമ്മ പഠനം കഴിഞ്ഞു എന്ന് പറയാം. ഇമ്പോസിബിൾ ആണ്. അപ്പൊ പിന്നെ എന്താ വേണ്ടേ? 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം പഠിക്കാം. അതിന് സമയവും ഇല്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. പിന്നെന്താ ചെയ്യാം? 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത പഠിക്കാം. അതിന് സമയവും ഇല്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. 18 മന്ത്രങ്ങളുള്ള ഈശാവാസ്യോപനിഷത്ത് പഠിക്കാം. അതിനും സമയമില്ലാത്തവര് ഈശാവാസ്യോപനിഷത്തിലെ ആദ്യത്തെ മന്ത്രം, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ജക്തേന പുഞ്ചീതാം ആകൃതക്കസ്യ സിദ്ധന, അത് പഠിക്കാം. ഞാൻ അത് പറയുന്നില്ല. നിങ്ങൾ ഭഗവത്ഗീത പഠിക്കണം. കുറച്ച് ശ്ലോകങ്ങൾ പഠിക്കണം. അത് ജീവിതത്തെ അടിമുടി മാറ്റും. ആ ഭഗവത്ഗീതയുടെ പ്രിന്റഡ് നോട്ടാണ് കയ്യിൽ തന്നിരിക്കുന്നത്. അതിലൂടെയാണ് ക്ലാസ്. അത് കിട്ടിയിട്ടില്ലാത്തവര് കൈ ഉയർത്തുക, നിങ്ങൾക്ക് അവിടെ നിന്ന് തരും. ആ നോട്ടിലൂടെയാണ് ക്ലാസ് എടുക്കുക. നിങ്ങൾ അടുത്തേക്ക് എത്തുന്നത് ഒരു 5 മിനിറ്റിനകം നിങ്ങൾക്കതെത്തും. ഭഗവത്ഗീത ഇപ്പൊ ക്ലാസ് എടുക്കാറുള്ളത് പ്രിന്റഡ് നോട്ട് കൊടുത്തിട്ടാണ് എല്ലായിടത്തും എടുക്കാറുള്ളത്. അതുകൊണ്ട് പ്രധാന കാരണം വീട്ടിൽ ചെന്നാലും ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നവംബർ മാസം 1-ാം തീയതി അക്കാഡമി ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ആൻഡ് ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്നൊരു വിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ 2 മാസം കൊണ്ട് 23 വിഷയങ്ങളില് ഇതേപോലെ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. 23 വിഷയങ്ങളിലെ ഷീറ്റും സ്റ്റാപ്പിൾ ചെയ്തിട്ട് അവിടെ അവൈലബിൾ ആണ്. ഇത് ഫ്രീ ആണ്, അത് ഫ്രീ അല്ല. കാരണം പ്രിന്റിംഗ് കോസ്റ്റ് ഉണ്ട്. ₹1.08 ഒരു ഷീറ്റിന് പ്രിന്റിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അവർക്ക് വാങ്ങിക്കാം. ഒക്കെ ഷീറ്റായിട്ടാണ്. പഠിക്കണം. അടിമുടി പഠിക്കാനുള്ളതാണ്. 2 പ്രാവശ്യമെങ്കിലും വായിച്ചാൽ ഓരോ ഷീറ്റും ഹിന്ദു ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ മാറ്റം വരുത്താൻ ഭഗവത്ഗീത എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം സനാതന ധർമ്മം പഠനം സീരീസ് 6ാമത്തേതാണിത്. സനാതന ധർമ്മം പഠിപ്പിക്കാനൊരു സിലബസ് മാർഗരേഖയും ഭഗവത്ഗീത നിത്യജീവിതത്തില് 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. ചില പുസ്തകത്തില് 13-ാം അധ്യായത്തില് അർജുനൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചിലതിൽ അതില്ല. അർജുനൻ ചോദിക്കുന്ന ചോദ്യമുണ്ടെങ്കിൽ ഭഗവത്ഗീതയില് 701 ശ്ലോകമാണ്, അല്ലെങ്കിൽ 700 ശ്ലോകം. മഹാഭാരതത്തിന്റെ ഭാഗമാണ്. കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത രചിച്ചത്. കലിയുഗം ആരംഭിക്കുന്നത് എന്നാണ്? BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55 സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ബുധൻ, ഗുരു, ശുക്രൻ, ശനി മേടസംക്രാന്തി രേഖയിൽ വന്ന സമയമാണ്. ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും മേടസംക്രാന്തി രേഖയിൽ വന്നു. ഗ്രഹങ്ങളുടെ യോഗം സംഭവിച്ചതുകൊണ്ട് യുഗം ആരംഭിച്ചു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 38 വർഷം പാണ്ഡവര് രാജ്യം ഭരിച്ച് പിന്നെ രാജ്യം
അഭിമന്യു പുത്രനായ പരീക്ഷത്തിന് കൊടുത്ത് യാത്ര ചെയ്തു. ബദരീനാഥിനപ്പുറത്ത് 6 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്വർഗവാസ കേന്ദ്രം ഇപ്പോഴും ഉണ്ട്. അവിടെ ഞാൻ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് അവര് മഹാപ്രസ്ഥാനികം അവസാനിപ്പിച്ചത്. ബദരീനാഥിൽ നിന്ന് 6 കിലോമീറ്റർ, ചൈനയുടെ ബോർഡറിൽ നിന്ന് ഇപ്പുറത്ത് 52 കിലോമീറ്റർ. അപ്പോ ആ 38 വർഷം ഭരിച്ചു എന്നുള്ളത് കൂടി ചേർത്താൽ BC 3102 ഫെബ്രുവരി 17, അതിന്റെ കൂട്ടത്തിൽ 38 കൂടി ചേർത്താൽ ഭഗവത്ഗീത BC 3140 5157 വർഷങ്ങൾക്ക് മുമ്പ് 5157 വർഷങ്ങൾക്ക് മുമ്പ് അർജുനന് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഉപദേശിച്ചതാണ് ഗീത. ലോക പണ്ഡിതരെയും ചിന്തകരെയും ശാസ്ത്രജ്ഞരെയും ഭരണാധികാരികളെയും അഗാധമായി സ്വാധീനിച്ച ഗീത ലോകോത്തര വിശ്വവിദ്യാലയങ്ങളിൽ പോലും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഹൈന്ദവ ധർമ്മഗ്രന്ഥത്തിന്റെ ആധാര ഗ്രന്ഥം പോലെയാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം, ഭഗവത്ഗീത മുഴുവനും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും 3-ാം അധ്യായം ഒരു 10 പ്രാവശ്യം വായിച്ചാൽ നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷന്റെ 3/4 ഭാഗം തീരും. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ 2-ാം അധ്യായം, 3-ാം അധ്യായം അത് കർമ്മയോഗം, അത് കഴിഞ്ഞ് 2-ാം അധ്യായം ജ്ഞാനയോഗം, അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ 12-ാം അധ്യായം ഭക്തിയോഗം. 3, 2, 12 എന്നീ അധ്യായങ്ങൾ ഉജ്ജ്വലങ്ങളാണ്. ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ടതായ കർമ്മവും വ്യക്തികൾക്കുണ്ടായിരിക്കേണ്ടതായ ജ്ഞാനവും ഭക്തിയും വ്യക്തമായി ഈ 3 അധ്യായങ്ങളിൽ വിവരിക്കുന്നു. ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ ശ്ലോകം സാധിക്കുമെങ്കിൽ മനഃപ്പാഠമാക്കണം, അത് ബൈഹാർട്ടാക്കണം. 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി, ജീവിതത്തിലെ ഏത് തകർച്ചയുണ്ടാകുമ്പോഴും ഈ ഒരു ശ്ലോകം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ശ്ലോകമാണ്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മന. അവനവനെ അവനവൻ ഉയർത്തുക, അവനവനെ അവനവൻ തളർത്താതിരിക്കുക. അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണെന്ന് തിരിച്ചറിയുക. അവനവന്റെ ശത്രു അവനവനാകാതിരിക്കുക. ലോകത്തിലെ 646 കോടി ജനതയ്ക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. ഉദ്ധരേത് ആത്മനാത്മാനം. എന്റെ മനസ്സിനെ ഉയർത്തേണ്ടത് ഞാനാണ്, എന്റെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കേണ്ടത് ഞാനാണ്, എന്റെ കുടുംബ ബന്ധത്തെ ദൃഢമാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്, എന്റെ സംസ്കാരത്തെ വളർത്തേണ്ടത് ഞാനാണ്, എന്റെ സമൂഹ ബന്ധം ദൃഢമാക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്, എന്റെ രാഷ്ട്രത്തെ ഉജ്ജ്വലമാക്കി വളർത്തേണ്ടതും ഞാൻ തന്നെ. അവനവനെ അവനവൻ ഉയർത്തുക എന്ന വലിയ എക്സ്ട്രാപ്പൊളേഷൻ. എലിവേറ്റ് യുവർസെൽഫ്. Yourself means your mind, your body, your family, your culture, your society, your nation, and the society plus nation. മനസ്സിനെയും ശരീരത്തെയും കുടുംബ ബന്ധങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അനുനിമിഷം ഉയർത്താൻ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുക. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബ ബന്ധത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും തളർത്തുന്ന തകർക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ളത് ഒന്നും ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ളത് എത്ര സാധിക്കുമോ അത്രയും ചെയ്യുക. നമ്മൾ തിരിച്ചറിയേണ്ടത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ. നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, സഹോദരി, സഹോദരന്മാരടങ്ങുന്ന കുടുംബ ബന്ധം ദൃഢമാക്കാൻ പുറത്തു നിന്നൊരാളല്ല നമ്മളെ സഹായിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സംസ്കാരം കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ